2021 കാനഡയിലെ ഒന്റോറിയോയിലെ റെസ്റ്റോറന്റിൽ വെച്ച യുവാവിനെയും ഒരു കുടുംബത്തിലെ 4 പേരെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. കൊല നടത്തിയവർ ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമാണെന്ന ബ്രാംപ്ടൺ ഒന്റാറിയോ കോടതിയിൽ നടന്ന വിചാരണയിൽ കാനഡയിലെ ക്രൗൺ അറ്റോർണി വിധി പ്രസ്താവിച്ചു. കാനഡയിലെ ഒന്റോറിയോയിലെ മിസിസാഗ റെസ്റ്റോറന്റ് ആക്രമണത്തിൽ 3 ഭീകരരാണ് പങ്കെടുത്തത്. 2 പേർക്കെതിരെ ബ്രാംപ്ടൺ ഒന്റാറിയോ കോടതി കുറ്റം ചുമത്തി. ഒരു ഭീകരൻ ഒളിവിലാണ്. ലോകമെമ്പാടും ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതും കാനഡയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ ISIS, ISIL എന്നീ ഭീകര സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്ന് ക്രൗൺ അറ്റോർണി ഡേവിഡ് ഡിയാറിയോ വ്യക്തമാക്കി. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന 25 വയസ്സുകാരനായ നഈം അക്തൽ പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും കൂടെയുള്ള തീവ്രവാദികളുടെ ലക്ഷ്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും പദ്ധതിയിട്ടിരുന്നു. ഇത് തടയുന്നതിനു വേണ്ടിയാണ് നഈം അക്തലിനെയും കുടുംബത്തെയും കൊലപ്പെടുത്താൻ ഭീകരർ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. നഈം അക്തൽ ജോലി ചെയ്തിരുന്ന വെയർഹൌസ് ഉടമ അബാസി, ആനന്ദനാഥ്, സുലൈമൻ റാസ എന്നിവരാണ് ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെന്ന് കോടതി തിരിച്ചറിഞ്ഞു. 3 പേർക്കെതിരെയും കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കനേഡിയൻ വംശജനായ നഈം അക്തൽ തന്റെ കുടുംബത്തിന്റെ അറിവോടെയല്ല ഇസ്ലാം മതത്തിൽ ചേർന്നതെന്നും തീവ്രവാദത്തിൽ എത്തപ്പെട്ടതെന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.